പാട്ടിനാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. നാടും നഗരവും ചുറ്റി ജനഹിതയാത്ര മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുകയാണ്. പഴശ്ശിരാജയുടെ നാട്ടിൽ ഇനി വയനാട്ടിലാണ് ജനഹിതയാത്രയുടെ പര്യടനം. ഞങ്ങൾ വയനാട്ടിലേക്ക് പ്രവേശിക്കുന്നു. പഴശ്ശി കണ്ടു മടങ്ങവേ മനം ചിറകടിച്ച് പറക്കയാണപ്പോഴും, നാടിനാകെ തുണയായി എന്നുമേ പഴശ്ശി നിൽക്കുന്നു ജീവന്റെ ജീവനായി. സാമ്രാജ്യത്വത്തിനെതിരെ സാധാരണക്കാർക്കൊപ്പം ജീവിച്ച് വിദേശീയ കഴുകന്മാർക്കെതിരെ വാക്കും വീറുമായി മാറിയ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജീവന്റെ ജനഹിതയാത്ര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ജനഹിതയാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ താമരശ്ശേരി ചുരത്തിന് മുകളിലാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് പ്രസിദ്ധമായ ചങ്ങലമരം. താമരശ്ശേരി ചുരത്തിന് മുകളിലാണ് വയനാട് ലോക്സഭാ മണ്ഡലം എന്ന ഭൂമിശാസ്ത്രപരമായ ധാരണ തെറ്റിച്ച് കോഴിക്കോട് തിരുവമ്പാടി നിയമസഭാ മണ്ഡലവും, മലപ്പുറത്തെ വണ്ടൂർ, നിലമ്പൂർ, ഏറനാട് നിയമസഭാ മണ്ഡലവും, വയനാട്ടിലെ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി നിയമസഭാ മണ്ഡലങ്ങളും ചേർന്നതാണ് വയനാട് ലോക്സഭാ മണ്ഡലം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിന്റെ MI ഷാനവാസാണ്. അദ്ദേഹം പരാജയപ്പെടുത്തിയത് LDF സ്ഥാനാർത്ഥിയായ CPIയുടെ M റഹമത്തുള്ളയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് MI ഷാനവാസ് ഇവിടെ നിന്ന് വിജയിച്ചത്. 1,58,439 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത്തവണയും MI ഷാനവാസാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായി CPIയുടെ സത്യൻ മൊകേരി മത്സരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മറ്റ് സ്ഥാനാർത്ഥികളും രംഗത്തുണ്ട്. ജനഹിതയാത്ര ഇനി പ്രവേശിക്കുന്നത് നിലമ്പൂർ വനമേഖലയിലേക്കാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ അവിടെ പ്രചരണം നടത്തുകയാണ്. നിലമ്പൂരിലേക്ക് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശ്രീ PV അൻവറാണ് മത്സരിക്കുന്നത്. പശ്ചിമഘട്ട ജനരക്ഷാ സമിതിയുടെയും മലബാർ വികസന മുന്നണിയുടെയും പൂർണ്ണ പിന്തുണ അദ്ദേഹത്തിനുണ്ട്. ശ്രീ PV അൻവർ, എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രതീക്ഷ? എങ്ങനെയുണ്ട്? പ്രതീക്ഷ ഉറപ്പിച്ചിരിക്കുകയാണ് വിജയം. പ്രതീക്ഷകൾ കഴിഞ്ഞു. എന്ത് തോന്നുന്നു? ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ ജനകീയ മുന്നണിയുടെ കൂടെയാണ്. രണ്ട് മുന്നണിയിലുള്ള വിശ്വാസം, എസ്പെഷ്യലി ഈ മലയോര മേഖലയും കസ്തൂരി രംഗൻ റിപ്പോർട്ടുമായി പറഞ്ഞ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് രണ്ട് വിഭാഗത്തിനോടും ജനങ്ങൾക്ക് വിശ്വാസമില്ല. താങ്കളുടെ മുദ്രാവാക്യം തന്നെ മാറ്റത്തിന് ഒരു വോട്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും 100%. കാരണം 5 വർഷം ഇവിടെ MP നിന്നിരുന്ന ആൾ ഈ വഴിയിലേക്ക് വന്നു നോക്കിയില്ല. 1000 പ്രശ്നങ്ങളുള്ള മലയോര മേഖലയാണിത്. അതുകൊണ്ട് ജനങ്ങൾ തീർച്ചയായിട്ടും ഒരു മാറ്റം, ഈ നാട്ടുകാരനായ എന്നെ ജയിപ്പിക്കാൻ അവർ ഭയങ്കര താല്പര്യത്തിലാണ്. നമ്മളൊരു പൊതുജീവിതം അവർക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ വെരി ഇൻട്രസ്റ്റഡ്. കർഷകർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ആളാണ്. ഇപ്പോൾ പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മലബാർ കർഷക ജനരക്ഷാ സമിതിയുടെ നാഷണൽ ചെയർമാനാണ് ഞാൻ. അപ്പോൾ എല്ലാ പിന്തുണയും ഉണ്ട്. അപ്പോൾ കർഷകരുടെ ഭാഗത്ത് നിന്ന് കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. കർഷകർക്ക് മേജറായിട്ടുള്ള ഇഷ്യൂസ് ഇവിടെ ഇറക്കുമതി കൊണ്ടാണ് ഇവിടുത്തെ കാർഷിക വിളകൾ ഓരോ ദിവസവും വിലയിടിയാണ്. റബ്ബർ അടക്കം എല്ലാത്തിനും
അപ്പോൾ അത് അതെ അപ്പോൾ അതിൽ നിർബന്ധമായിട്ടും നിയന്ത്രണമല്ല വേണ്ടത്, നിരോധനമാണ് വേണ്ടത്. കാരണം നമുക്ക് ആവശ്യമായ കൃഷി ഇവിടെ ലഭ്യമാണ്, പിന്നെ ഇവിടെ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് കർഷകരെടുത്ത ലോണുകൾ മുഴുവൻ എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. ഇനി പലരും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് കിട്ടാക്കടം 77,000 കോടി എഴുതി തള്ളിയിട്ടും ഒരു കർഷകന്റെ കടം പോലും എഴുതി തള്ളിയിട്ടില്ല. അപ്പം അത്തരം ഇഷ്യൂസ് ഉണ്ട്, ജനങ്ങൾക്ക് അറിയാം. അതിന് നമ്മൾ ശക്തമായ നിലപാട് നമ്മൾ എടുക്കും. താങ്കൾ ജയിച്ച ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? അല്ല, അത് ജനകീയമായിട്ടാണ്. കാരണം നമ്മൾ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്, ഒരു MP സ്വന്തമായിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി തീരുമാനിക്കുന്നതല്ല ഇവിടെ. ഇവിടെ നമ്മൾ എല്ലാ മാസത്തിലും ഒരു ജനായത്ത കമ്മിറ്റി വിളിച്ചു കൂട്ടും, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും വയനാടിന് വേണ്ടിയിട്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ദ പീപ്പിൾ. ആ മാസ്റ്റർ പ്ലാനിന് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ മുഴുവൻ നീക്കുക. സോറി, അല്ല, ഇവിടെ മെയിനായിട്ട് ഇവിടെ കുടിവെള്ളം, ആശുപത്രികൾ, വിദ്യാഭ്യാസം, കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അത് സീസണലായിട്ട് വെക്കാനുള്ള സംവിധാനം, പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട തൊഴിലുറപ്പ് പദ്ധതി ഇവിടെ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇതുവരെ 2 മാസം 3 മാസമായിട്ട് കാശ് ഇവർക്ക് കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് കാശ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പഞ്ചായത്തുകൾ ഇവർക്ക് ഇപ്പോഴും ഡെലിവറി ചെയ്തിട്ടില്ല. ഇപ്പോൾ സ്ത്രീകൾക്ക് തൊഴിൽ വേണം, കാർഷിക ഉൽപ്പന്നങ്ങൾ പ്രോസസ്സ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റി ഉണ്ട്. വയനാട്ടിലെ ടൂറിസം, അത് ജനങ്ങൾക്ക് കൂടുതൽ തൊഴിൽ നൽകുന്ന രീതിയിൽ ആ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ജനങ്ങളെ ഉൾപ്പെടുത്തി തൊഴിലധിഷ്ഠിതമായി ജനങ്ങളുടെ പിന്തുണയോടെ സഹായത്തോടു കൂടി ചെയ്യും. അല്ല, യുവാക്കൾക്ക് ഈ ഫീൽഡിലൊക്കെ യുവാക്കൾക്ക് ചാൻസ് ഉണ്ടാവും. നമ്മളൊരു വെറും IT പാർക്കിന്റെ പിന്നാലെ പോവാതെ നമുക്ക് നിലവിലുള്ള റിസോഴ്സസ് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപ്പിൾ എന്താ പറയുക വെഞ്ചേഴ്സിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ നമുക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിരവധി പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട്. അതൊക്കെ പരിഹാരമാകാൻ സാധിക്കും ജയിച്ചു വന്നാലും പ്രതീക്ഷയുണ്ടോ? 75% ഒരു MP അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളോ സിൻസിയറായിട്ട് വിചാരിക്കുകയാണെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലുള്ളൂ. അത് തീർക്കാൻ കഴിയുമെന്ന് ഞാൻ വ്യക്തമായി പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോ എതിർ സ്ഥാനാർത്ഥി തീർച്ചയായും വളരെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത്. ഇത്തവണ എങ്ങനെയാണ് പ്രതീക്ഷ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് അങ്ങേര് തോൽക്കും, തർക്കമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങേര് തോൽക്കും, അങ്ങേര് 3ാം സ്ഥാനത്തേക്ക് പോകും. ശുഭപ്രതീക്ഷയല്ല മാം, 100% ഞാൻ ഉറച്ചു നിൽക്കുന്നത്. കാരണം ജനങ്ങൾ മുഴുവൻ ഞങ്ങളെ കൂടെയാണ്. അവർ കുറേ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അല്ലാതെ മറുഭാഗത്ത് ആരുമില്ല. CPM-ലെ പ്രവർത്തകർ ഇന്നും CPI സ്ഥാനാർത്ഥി സത്യമൊക്കേരി ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഒരു കടുത്ത പരിസ്ഥിതിവാദി എന്നാണ് മലയോര മേഖലയിലെ കർഷകർ പറയുന്നത്. പശ്ചിമഘട്ട രക്ഷാ സമിതി ഉയർത്തുന്ന മുദ്രാവാക്യത്തിനെതിരാണ് അങ്ങേര് ഇവിടെ പറയുന്നത് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്ന് മുൻപ് പറഞ്ഞ ആളാണ്. ഈ തെരഞ്ഞെടുപ്പ് വന്നതുകൊണ്ടല്ലേ ഈ UDF-ഉം LDF-ഉം ഒക്കെ ഈ കസ്തൂരി രംഗം വിഷയത്തിൽ ഇടപെടുന്നത്. അല്ലെങ്കിൽ ഈ പാവങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഇവിടെ ആരുണ്ടാവില്ല. അതാണ് ഫാക്ട്. പിന്തുണ മാം ഒരു ദിവസം നമ്മളെ കൂടെ വരൂ. ലക്ഷക്കണക്കിന് ആളുടെ പിന്തുണയുണ്ട്, ലക്ഷക്കണക്കിന് ആളുടെ. നമ്മൾ ഈ ഒരു ഇപ്പോഴത്തെ ഒരു പൊസിഷനിൽ എനിക്ക് വ്യക്തമായും പറയാൻ ഒരു 2-2.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ജയിക്കും. 100%. Why not? തീർച്ചയായും താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ മനസ്സിലുള്ള ഈ വികസന പദ്ധതികളെല്ലാം നടക്കട്ടെ, ജനങ്ങൾക്ക് വേണ്ടി അതെല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജീവന്റെ ജനഹിതയാത്ര വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ താമരശ്ശേരിയിലാണ് ഇപ്പോൾ. ഇനി ഞങ്ങൾ പോകുന്നത് വണ്ടൂരേക്കാണ്. അവിടെ UDF സ്ഥാനാർത്ഥിയായ MI ഷാനവാസിന്റെ പ്രചരണ വേദിയിലേക്ക്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ ശ്രീ MI ഷാനവാസാണ് മത്സരിക്കുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയാണ്, ലോക്സഭാ ഭൂരിപക്ഷം നേടിയാണ്
കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് നിന്ന് അദ്ദേഹം ജയിച്ചത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് രണ്ടാം തവണയും അദ്ദേഹം മത്സരരംഗത്ത് സജീവമായിരിക്കുന്നത്. നമുക്കറിയാം UDF-ന്റെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷവും UDF ഭരിക്കുന്നത് കൊണ്ട് തന്നെ അനുകൂല ഘടകമാണ് UDF-ന്, അതും അനുകൂല ഘടകമാണ്. 30 വർഷമായി അദ്ദേഹം KPCC സെക്രട്ടറി ആയിരുന്നു. ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റ് പദവികൾ വഹിച്ചിട്ടുണ്ട്. കൂടാതെ മറ്റനവധി സ്ഥാനമാനങ്ങളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ അടക്കമുള്ള സ്ഥാനങ്ങളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. ശ്രീ എം.ഐ. ഷാനവാസ്, എങ്ങനെയാണ് ഈ കഴിഞ്ഞ ചരിത്രം ആവർത്തിക്കുമോ? ഉറപ്പായിട്ട് ആവർത്തിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടും. എങ്ങനെയാണ് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അണികളുടെ ആവേശം ഞങ്ങൾ കണ്ടു. അതുപോലെ തന്നെയാണോ എവിടെയും എല്ലാ സ്ഥലത്തും ഭയങ്കരമായ ആവേശമാണ്. പ്രവർത്തകർ മുഴുവൻ അങ്ങ് ഇളകി മറിഞ്ഞ് വന്നിരിക്കുകയാണ്. അതല്ല ഞാൻ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കരട് വിജ്ഞാപനം പുറത്തിറക്കി. പക്ഷേ അന്തിമ വിജ്ഞാപനത്തിനായി കാത്തിരിക്കുകയാണ് ജനത. അത് ചെറിയൊരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടോ കോൺഗ്രസിന്? കരട് വിജ്ഞാപനം വരുന്നതിന് ഏറ്റവും അധികം സംഭാവന അർപ്പിച്ചത് ഞാനാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പം ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ചത് ഞാനാണ്. ഇനി അന്തിമ വിജ്ഞാപനം വരണം. അന്തിമ വിജ്ഞാപനം വരുമ്പോഴും ഞാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനാവൂ എന്ന് ജനങ്ങൾക്കറിയാം. അന്തിമ വിജ്ഞാപനത്തിന് വേണ്ടി എന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ജനത്തിനറിയാം. ഞങ്ങൾ ഇറങ്ങിച്ചെന്നപ്പോൾ, പ്രവർത്തകരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചപ്പോൾ, ജനങ്ങളുടെ ഇടയ്ക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ ഇവിടെ അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ട് വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 95% ശ്രീചിത്ര വരുന്നതിൻ്റെയുള്ള നടപടികൾ പൂർത്തിയായി. 95% മെഡിക്കൽ കോളേജിൻ്റെ നടപടികൾ പൂർത്തിയായി. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാതയ്ക്ക് വേണ്ടിയുള്ള ശ്രമം നടത്തണം. പിന്നെ രാത്രികാല ഗതാഗത നിരോധനത്തിന് വേണ്ട സുപ്രീം കോടതിയിലെ കേസ് നടത്തണം. അങ്ങനെ വിവിധ വെല്ലുവിളികൾ മുമ്പിലുണ്ട്. ഇനി കുടിവെള്ള മേഖലയിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? കുടിവെള്ള മേഖലയിൽ വയനാട് ജില്ലയിലാണെങ്കിൽ എനിക്ക് ഒരുപാട് MSTP പദ്ധതി മുഖേന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റ് വിവിധ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുമായിട്ട് ആലോചിച്ചുകൊണ്ട് വിവിധ ഗ്രാമങ്ങളിൽ കുടിവെള്ള സംഗതികൾ ചെയ്യുവാൻ സാധിക്കും. കുടിവെള്ള എത്തിക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ തുടരാൻ സാധിക്കും. കർഷകരുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം പ്രശ്നങ്ങൾ, കർഷകർക്ക് ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെല്ലാം ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്? കാപ്പി കർഷകർക്ക് വേണ്ടി ഒരു പാക്കേജ് ചെയ്യാൻ കൊണ്ടുവന്നു, 48 കോടി രൂപയുടെ. കുരുമുളക് കർഷകർക്ക് വേണ്ടി പാക്കേജ് കൊണ്ടുവന്നു. അതുപോലെ ഇനിയും ഡൽഹിയിൽ കേന്ദ്രത്തിൽ നമ്മൾ ശ്രദ്ധ ചെലുത്തി, സമ്മർദ്ദം ചെലുത്തി വീണ്ടും കൂടുതൽ പാക്കേജുകൾ കൊണ്ടുവന്ന് കർഷകർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കുരുമുളക് പാക്കേജും കോഫി പാക്കേജും വലിയ അനുഗ്രഹമായിരുന്നു. അതേപോലത്തെ പാക്കേജുകൾ കൊണ്ടുവന്നു. എതിർ സ്ഥാനാർത്ഥി ശക്തനാണ്. ഒപ്പം തന്നെ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ജനസംരക്ഷണ സമിതി അടക്കമുള്ള, പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി അടക്കമുള്ളവർ രംഗത്തുണ്ട്. അത് താങ്കൾക്ക് ഭീഷണിയായി തോന്നുന്നുണ്ടോ? പശ്ചിമഘട്ടം അതിൻ്റെ അകത്ത് ഔദ്യോഗികമായിട്ട് അതിനകത്ത് യാതൊരു സ്ഥിരീകരണമില്ല. അതൊന്നും ഒരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു കേസാണെന്ന് തോന്നുന്നില്ല. അവരോടൊപ്പം അണികൾ വളരെ ആവേശത്തോടു കൂടി, കർഷകരും മൊത്തം അവർ വളരെ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. എന്താണ് തോന്നുന്നത്? വാഗ്ദാനം മാത്രമേ ഉള്ളൂ. ജനങ്ങൾ തമാശയ്ക്ക് എൻ്റെ കൂടെ കൂടിയിരിക്കുക. അത് ഗൗരവമായിട്ട് ജനവും പ്രവർത്തകരും എടുക്കുന്നില്ല. താങ്കൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുഴുമിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അത് മുഴുമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വളരെ അധികം പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ്, ശ്രീചിത്ര മുതലായവ പൂർത്തീകരിക്കുന്നത് ലാൻഡിൻ്റെ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം മാറ്റിയെടുക്കുന്നതിന് വേണ്ട ശ്രമങ്ങൾ തുടരും. തീർച്ചയായും താങ്കൾ ജയിച്ചു വന്നാൽ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി CPI-യുടെ സത്യൻ മൊക്കേരിയാണ് മത്സരിക്കുന്നത്. കസ്തൂരിരംഗൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ മലയോര മേഖലയിലും വയനാട്ടിലും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് തന്നെയാണ് CPI വിശ്വസിക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം
കിസാൻ സഭ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങൾ വഹിക്കുന്നു. അദ്ദേഹം 3 തവണ നാദാപുരം MLA ആയിട്ടുണ്ട്. ദേശീയ സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗമായിരുന്നു. ശ്രീ സത്യൻ മൊക്കേരി, എങ്ങനെയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ നിങ്ങളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? LDF ജയിക്കാൻ പോവുകയാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ 5 വർഷക്കാലത്തെ കർഷകദ്രോഹ നയങ്ങൾ, കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ, കർഷക ആത്മഹത്യ, ജനങ്ങളെ വഞ്ചന, ഇതൊക്കെ തന്നെ ഈ പ്രതിഷേധമായി രൂപപ്പെടാൻ പോവുകയാണ്. വലിയ ജനകീയ മുന്നേറ്റമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ LDFനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, എന്നെ ജയിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിലുടനീളം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും വോട്ടർമാരോട് പറയാനുള്ളത്, എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി, എന്നെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം. ജനങ്ങളെ താല്പര്യത്തിന് വേണ്ടി, ഈ നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് വേണ്ടി, ജനകീയ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ ജനങ്ങളോട് സാധാരണക്കാരനെന്ന നിലയ്ക്ക് നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അനുകൂലമാകുമെന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വീകരിച്ച നടപടികൾ കർഷകദ്രോഹകരമാണ്. കൃഷിക്കാരനെ അവരുടെ മണ്ണിൽ നിന്ന്, അവൻ്റെ വീടിൽ നിന്ന് കുടിയിറക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതിനെതിരായ വലിയ പ്രക്ഷോഭം ബഹുമാനപ്പെട്ട പുരോഹിതന്മാർ വരെ നടത്തിയിട്ട് ആ പ്രക്ഷോഭത്തോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ജനങ്ങൾ ഈ സമീപനത്തെ ശക്തമായി വിയോജിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാവും. താങ്കൾ ജയിച്ച ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ നടക്കാൻ ഉദ്ദേശിക്കുന്ന വികസന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഈ ജനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പദ്ധതികൾ തയ്യാറാക്കി ഗവൺമെന്റിന് മുമ്പിൽ സമർപ്പിക്കും. അതിനുള്ള ചർച്ചകൾ ഞങ്ങൾ നടത്തും. എല്ലാ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ജനങ്ങളോട് ഒത്തുചേർന്നുകൊണ്ട് ഞാൻ നടപ്പിലാക്കും. തീർച്ചയായും താങ്കൾ ജയിച്ചു വരികയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ വോട്ടിനാൽ തിരുത്തണം വഴി പിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഇവിടെ ജനങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെയുള്ള ആവശ്യങ്ങൾ കിട്ടുന്നുണ്ടോ? ജനങ്ങൾക്ക് ഈ ഇതിലിപ്പോൾ ഒരു ഇതും നടക്കണില്ല. ഇവിടെ ആരും കുടിവെള്ളം കുറേ വാഗ്ദാനങ്ങൾ നൽകിയാണ്ട് അവിടെ പോയി എന്നല്ലാതെ യാതൊരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല. ജനങ്ങൾക്ക് മെയിനായിട്ട് ഇവിടുത്തെ കസ്തൂരി രംഗനെ പറ്റി ഒരു വളരെ ബുദ്ധിമുട്ടുണ്ടാകും. ഇത് മെയിനായിട്ട് കാർഷിക മേഖലയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരെ കുടിയൊഴിപ്പിച്ച് അങ്ങനെ മരം വെട്ടൽ അങ്ങനെ പ്രശ്നങ്ങൾ ആൾക്കാർ പേടിച്ചിരിക്കുകയാണ്. പിന്നെ മെയിനായിട്ട് ഈ ലോക്സഭയിലത്തെ ആൾ കാര്യമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു വിഷയം ഇവിടെ ഉണ്ട്. റോഡുകളും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ വരുന്നതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനം ഇനിയും നടത്തേണ്ടതാണ്. ജനങ്ങളെ ആവശ്യങ്ങൾ വേണ്ടത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇനിയും കുറേ ചെയ്യേണ്ടതുണ്ട്. ചെയ്തിട്ടില്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല, ചെയ്തിട്ടുണ്ട്. ഇവർക്ക് കാർഷിക മേഖല വികസിപ്പിക്കണം, അതിനുവേണ്ടി സഹായം ചെയ്യണം. ഇവിടുത്തെ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും വികസനത്തിൽ ഒരു കുറവുമില്ല. ഞങ്ങളെ MLA ആണെങ്കിലും MP ആണെങ്കിലും കൂടുതൽ വികസനങ്ങൾ, എല്ലാ വികസനങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നതും. 100% സ്ഥാനവാസി ഇവിടെ ജയിച്ചിരിക്കും ചെയ്യും. ഞങ്ങളിവിടെ പാലം വേണം, പുഴ വേണം, പാഴണം, കുടിവെള്ള പ്രശ്നങ്ങൾ, ജാതിമണ്ഡലത്തിലെ ചാത്തല്ലൂർ മലയോര മേഖലകൾ കംപ്ലീറ്റ് റോഡുകൾ വേണം. റോഡുകൾ തന്നെ 10 വർഷം പോരുമാർ ഇടിഞ്ഞു പൊളിഞ്ഞ് നടക്കുന്ന റോഡാണ് ഇവിടെ പണി തുടങ്ങിയത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഏറനാട് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ എല്ലാ ഭാഗത്തും വികസനങ്ങൾ നടന്നു പോവുകയാണ്. അപ്പോൾ MI സ്ഥാനവാസം വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ പ്രാവശ്യത്തിലുള്ള ഭൂരിപക്ഷത്തിനോട് ജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം. വികസനങ്ങളിൽ നമുക്ക് കൂടുതൽ പറയാനില്ല. നമ്മളെ പ്രശ്നങ്ങളിൽ ഒരു നേതാക്കന്മാരും ബന്ധപ്പെട്ടില്ല. ഞങ്ങളെ പണി സംബന്ധിച്ചിടത്തോളം, മണലിനെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ജോലി വേണം. ഞങ്ങളെ ജോലി നഷ്ടപ്പെട്ടിട്ട് 5 കൊല്ലമായി. ഒരു നേതാക്കന്മാരും ഞങ്ങൾക്കെതിരെ ഒരു കാര്യം സംസാരിക്കാൻ ഇതുവരെ രംഗത്തെത്തിയില്ല. ഞങ്ങളെ വോട്ട് നിഷേധ വോട്ടായിട്ട് ഞങ്ങൾ അറിയിക്കും. ഇവിടെ മണൽ വാരലിന് യാതൊരു കോട്ടബന്ധില്ല. രാത്രി എന്നും സ്ഥിരമായിട്ട് വാരുന്നുണ്ട്. കുടിച്ചാൽ ഒരു തുള്ളി വെള്ളമല്ല ഈ മണൽ വാരലുണ്ട്. ആ മണൽ വാരൽ നിർത്തുക വേണ്ടി. ഇവർ ഈ പറഞ്ഞല്ല, തൊഴിലിനൊരു കുഴപ്പമില്ല, രാത്രി സ്ഥിരമായിട്ട് വാരുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരും തിരിഞ്ഞു നോക്കണമില്ല. അതാണ് അതിന്റെ സത്യം. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാതെ വരികയാണ് ഈ മണൽ വാരലുണ്ട്. രാവും പാലും വളരെ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുകയാണ്.
കുടിവെള്ളം കിട്ടുന്നില്ല. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ്. MI ഷാനവാസ് തിരിച്ചു വരണമെന്ന് ഒരു കൂട്ടരും സത്യൻ മുഖേരിയാണ് വരേണ്ടതെന്ന് മറ്റൊരു കൂട്ടരും അഭിപ്രായപ്പെടുകയാണ്. സൂപ്പർ ചായ. വയനാട് കൽപ്പറ്റയിൽ ജീവൻ ജനഹിത യാത്ര കണ്ട വേറിട്ട കാഴ്ചയിലേക്ക്. ഇത് കൽപ്പറ്റയിൽ ചായക്കട നടത്തുന്ന അലീക്ക. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വേളകളിൽ ജീപ്പ് ഓടിച്ച ഇദ്ദേഹം ഇപ്പോൾ ഓർമ്മകൾ അയവർക്കുകയാണ്. അലീക്ക, എങ്ങനെയായിരുന്നു അന്നത്തെ പ്രചരണം? ഗംഭീര. ആ ഓർമ്മകൾ എങ്ങനെയാണ്? ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഒരു ഉസുറുംപുള്ളിയുള്ളൊരു പ്രധാനമന്ത്രിയാണ്. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി ഇതുവരെ നമ്മൾ കണ്ടില്ല ഈ ജീവിതത്തിൽ. പിന്നെ നല്ല എങ്ങനെയാണ് ഈ ജീപ്പിന്റെ ഡ്രൈവർ ആവണേ? എങ്ങനെ ജീപ്പ് ഉണ്ടായിരുന്നോ? ആ, സ്വന്തം ജീപ്പുണ്ട്. ഞങ്ങൾ ഇവിടുന്ന് ഇവരൊക്കെ ഞങ്ങളെ കൊടുത്തുപെട്ട ഇയാളൊക്കെ ഞങ്ങളെ കൊടുത്തുപെട്ട് പിന്നെ 250 ഡ്രൈവർമാരെ ഇവിടുന്ന് ഉണ്ടായതാണ് കൽപ്പറ്റയിൽ നിന്ന്. അപ്പോൾ അതിന് 250 ഉണ്ട്. അതുപോലെ അതിന് നിന്നെ തിരഞ്ഞെടുക്കാം. അവിടെ പിന്നെ പുട്ടപ്പത്തി പറഞ്ഞ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് 90 കിലോമീറ്റർ ഓടിക്കുന്നത് ഇന്ദിരാഗാന്ധിയെ. ഒരള്ളിയിൽ നിന്ന് ഒരള്ളിയിലേക്ക് 90 കിലോമീറ്ററാണ് ഹൈദരാബാദ് ആന്ധ്രാപ്രദേശ്. ഒക്കെ വിസ്താരമുള്ള സ്ഥലം. അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ ചുങ്കം എന്ന് പറഞ്ഞ മാതിരിയല്ല. അത് അന്നത്തെ ലിസ്റ്റൊക്കെ മാത്രമാണ്. ഇത് ഭയങ്കരല്ലേ. ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഉസുറുംപുള്ളിയിലൊരു പ്രധാനമന്ത്രിയാണ്. ഈ രാജ്യത്ത് ആരും ദുബായിക്കൊക്കെ പോയാലും ചോദിക്കാനും പറയാനും ആളുള്ള മാതിരിയാണ് അന്നത്തെ. ഇന്ദിരാഗാന്ധി എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഭയങ്കര സ്പീഡിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാറുണ്ട്? അല്ല, എന്നോട് കൈ പിടിച്ചിട്ട് സ്ലോ സ്ലോ എന്ന് പറഞ്ഞു. സ്ലോ സ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ഫോട്ടോ, ആ അടക്കം ഫോട്ടോ ഉണ്ടായി. പിന്നെ വേറെ എന്നോട് സംസാരിക്കില്ലല്ലോ. പിന്നെ ഒക്കെ സെക്യൂരിറ്റി, PC അലക്സാണ്ടർ, ഇങ്ങനെ വലിയ വലിയ ആൾക്കാർ സെക്യൂരിറ്റിന്റെ ഇടയിലാണല്ലോ ഞാനുള്ളത്. ഞാനും കുറച്ച് ബേജാറിലാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിനെ വെച്ചിട്ടല്ലേ പോണേ. അത് തമാശ കളിയല്ലല്ലോ. ഇന്നത്തെ പ്രധാനമന്ത്രിയല്ല, അന്ന് ഭയങ്കര സെക്യൂരിറ്റിയാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ മറക്കാനാവാത്ത എന്തെങ്കിലും ഓർമ്മയൊക്കെ ഉണ്ടോ? ഇന്ദിരാഗാന്ധിയായിട്ട് പോണ സമയത്ത് ഇന്ദിരാഗാന്ധി അങ്ങനെ എന്തെങ്കിലും മറക്കാനാവാത്ത പറഞ്ഞാൽ റെസ്റ്റ് ഹൗസിൽ നിന്ന് ഇന്ദിരാഗാന്ധി ഒരു കാപ്പി എനിക്കും തന്നിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഒരു കാപ്പി കഴിച്ചു റെസ്റ്റ് ഹൗസ്. ഞാൻ അങ്ങനെ നിന്ന് പുറത്ത് ഇന്ദിരാഗാന്ധി ഒരു സ്റ്റൂളിൻ്റെ ഒരു കസാലിൻ്റെ മുകളിൽ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഒരു നല്ല ബ്ലൂ കാപ്പി എനിക്കും കിട്ടി. അവിടുന്ന് അവിടുത്തെ പ്രവർത്തകന്മാരൊക്കെ കൈ അടിച്ച് ഇന്ദിരാമ്മ ഡ്രൈവർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ പൂവൊക്കെ വാരുന്നുണ്ട്. ഞാൻ അങ്ങനെ പോകുന്നത്. അന്ന് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ഡ്രൈവറായിരുന്ന ഇന്നിപ്പോൾ ചായക്കട നടത്തുകയാണ്. ആ ഒരു ചായ കുടിച്ചതിൻ്റെ മധുരമാണോ ഇന്നിപ്പോൾ ഇത് നടത്താനുള്ള കാര്യം? അതല്ല, പിന്നെ ഡ്രൈവർ പണി പ്രായമൊക്കെ ആയില്ലേ. ഇക്കയുടെ ഓർമ്മയിൽ അന്നത്തെ പ്രചരണവും ഇപ്പോഴത്തെ പ്രചരണവും തമ്മിൽ എങ്ങനെയാണ്? അന്നാണോ ഭയങ്കര ആവേശം കൂടുതൽ? അന്ന് ആവേശം കൂടുതലാണ്. ഇന്നത്തേനാട്ടിൽ ആവേശം എന്നാണ്. എല്ലാ പാർട്ടിക്കാരും നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. നേതാക്കന്മാരൊക്കെ എല്ലാവരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരൊക്കെ ഒന്ന് ഉസുറുംപുളിയൊക്കെ ആയിട്ടുണ്ട്. അല്ല, ഉണ്ട്, ആവേശമുണ്ട്. കോൺഗ്രസ്സുകാർക്കുണ്ട്, ഈ ഘടകകക്ഷിക്കൊക്കെ ഉണ്ട്. ഇന്ത്യ പിന്നെ ആര് ഭരിക്കാനാ കോൺഗ്രസ് അല്ലാതെ? പിന്നെ അത് കഴിഞ്ഞിട്ട് എത്ര വർഷം ഇപ്പൊ കണ്ടിട്ട് അത് എന്നാണ് ലാസ്റ്റ് കണ്ട് മറഞ്ഞത്? ഇന്ദിരാഗാന്ധിയുടെ ലാസ്റ്റ് പ്രചരണം കാണലന്നെ കാണുള്ളൂ. നമ്മൾ പിന്നെ ഡൽഹിക്ക് പോയില്ലേ, ജെറ്റ് വിമാനത്തിൽ വരിക, പോവുക, ഓരോ സ്ഥലത്തും വിമാനത്തിലാണ് ഇറങ്ങുക. പിന്നെ കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ നമ്മളെ പോലത്തെ. അതിൻ്റെ സാധാരണക്കാരനായിട്ട് ആദ്യമായിട്ട് ഇന്നാണ് വിളിക്കുന്നത്. അതിലാണ് എനിക്ക് അഭിമാനം. അതുമല്ല, ഇന്ത്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രിയാണ് നെഹ്റുവിൻ്റെ പ്രിയ. അതിനെ വെച്ചിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മനസ്സിൽ എനിക്കൊരു അഭിമാനമുണ്ട്. ഞാൻ ഈ ഫോട്ടോ വാങ്ങി വരുമ്പോൾ എൻ്റെ തുണക്കാർ ഡ്രൈവർമാരൊക്കെ എന്നെ ചീത്ത അറിയുക. എന്തിനാ ഇത് വാങ്ങിപ്പോണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല,
അതിൻ്റെ കൽപ്പറ്റ നഗരത്തിലെ ചെറുവാടി ടീ സ്റ്റാൾ നടത്തുന്ന അലീഖയുടെ മനസ്സിൽ, കാതുകളിൽ ഇപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ ആ ഘനഗാംഭീര ശബ്ദം മുഴങ്ങുന്നുണ്ട്. കാരണം ഈ കൊച്ചു മനുഷ്യൻ ഓടിച്ച ജീപ്പിലാണ് അന്ന് ഇന്ദിരാഗാന്ധി പ്രചരണ വേദിയിലേക്ക് പ്രസംഗിക്കാൻ പോയത്. വേറിട്ട കാഴ്ചയോടുകൂടി വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം പൂർത്തിയാക്കി ഞങ്ങൾ കൽപ്പറ്റയിൽ നിന്ന് വിട പറയുകയാണ്. ഇനി വടകര ലോക്സഭാ മണ്ഡലവുമായി നാളെ.